ഇന്ന് നമ്മുടെ മക്കൾക്ക് സംസ്കാരം പഠിപ്പിക്കുന്നത് നമ്മൾ എവിടെ നിന്ന്? മക്കളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അറിയേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ട്. മക്കൾ നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുന്ന അമാനത്തുകളാണ് എന്നുള്ള കാര്യമാണ് ഒന്നാമത്തേത്. പരിശുദ്ധ ഖുർആൻ പോലും മാതാപിതാക്കളെ വാർദ്ധക്യത്തിലെത്തുമ്പോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി കൽപ്പിക്കുന്ന രംഗമുണ്ടല്ലോ. ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 23-24 വചനങ്ങളിൽ അവിടെ പറയുന്നത് എന്താ? വഖുൽ റബ്ബിർഹുമാ കമാ റബ്ബയാനി സഗീറ. ഞങ്ങളെ ചെറുപ്പത്തിൽ ഏത് രൂപത്തിൽ ഞങ്ങൾക്ക് കാരുണ്യം നൽകിയോ ആ രൂപത്തിൽ പടച്ചവനെ ഇവർക്ക് നീ കാരുണ്യം നൽകണമേ. അപ്പോ ചെറുപ്പത്തിൽ കാരുണ്യം നൽകിയവർക്ക് മാത്രമേ ഈ പ്രാർത്ഥന പോലും ഫലപ്പെടൂ. ചെറുപ്പത്തിൽ കാരുണ്യം നൽകിയതുപോലെ എന്നാണ്. ചെറുപ്പത്തിലെ കാരുണ്യം എന്താണ്? ഏറ്റവും വലിയ കാരുണ്യം അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ പറ്റുന്ന രൂപത്തിലുള്ള സാഹചര്യങ്ങളിൽ വളർത്തുകയും അറിവ് നൽകുകയും ചെയ്യുക എന്നതാണ്. സഹാബി വനിതകളെല്ലാം സ്വന്തം മക്കളെ യുദ്ധത്തിന് പ്രേരിപ്പിച്ച് പറഞ്ഞയച്ചിരുന്ന കഥ കേട്ട് ആവേശം കൊള്ളുന്ന ആളുകളാണ് നമ്മൾ. നമുക്കതിനുള്ള അവസരമില്ല. പക്ഷേ നമുക്ക് നമ്മുടെ മക്കളെ ആദർശമനുസരിച്ച് വളർത്താൻ കഴിയേണ്ടതല്ലേ? ആ ആദർശമനുസരിച്ച് മക്കൾ വളരുമ്പോൾ സ്വാഭാവികമായും അവരോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ധർമ്മമായി തീരും അത് എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. നമ്മൾ മക്കളെ കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും അതിന്റെ സമയം കഴിഞ്ഞിട്ടാണ്. ഇന്ന് മക്കളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്. 3 വയസ്സുവരെയുള്ള സമയത്താണ് കുട്ടികളുടെ അടിസ്ഥാന ധാർമ്മികത രൂപപ്പെടുന്നത് എന്നും ആ സമയത്ത് കുട്ടിക്ക് ലഭിക്കേണ്ട അറിവുകൾ എന്തൊക്കെയാകണമെന്ന് തീരുമാനിക്കപ്പെടേണ്ടതുണ്ട് എന്നും ആ അറിവുകൾക്ക് കുട്ടികൾ ആശ്രയിക്കുന്നത് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളെയാണെങ്കിൽ അത് കുട്ടിയുടെ ധാർമ്മികതയെ തകർക്കുമെന്നുമുള്ള വസ്തുതകൾ പറയുന്നത് ആധുനിക സൈക്കാട്രിസ്റ്റുകളാണ്. അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ APA പ്രസിദ്ധീകരിച്ച കുട്ടികളെ സ്വാധീനിക്കുന്ന ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളെ കുറിച്ചുള്ള 5000-ഓളം പഠനങ്ങൾ നമുക്ക് ഇന്റർനെറ്റിൽ ലഭിക്കും. ആ പഠനങ്ങൾ മുഴുവനും പറയുന്നത് 3 വയസ്സിന് മുമ്പ് നിങ്ങൾ കുട്ടികളെ ടെലിവിഷൻ കാണിക്കുകയേ ചെയ്യല്ലേ എന്നാണ്. 3 വയസ്സുവരെ കുട്ടിയെ മടിയിലിരുത്തിക്കൊണ്ട് സ്ഥിരമായി ആക്ഷൻ ത്രില്ലറുകൾ കാണുന്ന മാതാക്കളോട് APA നൽകുന്ന മുന്നറിയിപ്പ് ആ കുട്ടി ഒരു ആന്റി സോഷ്യലാകും, സാമൂഹ്യ വിരുദ്ധനാകും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കഴിയുമെന്നാണ്. 3 വയസ്സുവരെയുള്ള സമയത്ത് കുട്ടിയെ മടിയിലിരുത്തി അർദ്ധനഗ്ന രംഗങ്ങൾ കാണുന്ന മാതാക്കളോട് APA നൽകുന്ന മുന്നറിയിപ്പ് ആ കുട്ടികളെ ഇമ്മോറലായി, ധാർമ്മിക വിരുദ്ധനായി തീരുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കഴിയുമെന്നാണ്. എന്തുകൊണ്ട് പുതിയ തലമുറ ഇങ്ങനെ എന്ന് പലരും ആശ്ചര്യപ്പെടാറുണ്ട്. എന്തുകൊണ്ടാ മക്കളെല്ലാം ഇങ്ങനെ? മക്കളെല്ലാം അങ്ങനെയായത് മക്കളെ മടിയിലിരുത്തിക്കൊണ്ട് നമ്മൾ പഠിപ്പിച്ചത് അങ്ങനെയായിരുന്നു എന്ന ഉത്തരമാണ് ഇന്ന് സൈക്കാട്രിസ്റ്റ് അസോസിയേഷനെ പോലെയുള്ള സംഗതികൾ തരുന്നത്. വളരെ ഗൗരവതരമായ കാര്യമാണിത്. കുട്ടിയുടെ മാനസികമായ വളർച്ചയുടെ 3 ഘട്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ മാനസിക വളർച്ചയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഘട്ടം 3 വയസ്സ് വരെയുള്ള സമയമാണെന്നും അതിനുശേഷം 12 വയസ്സ് വരെയുള്ള സമയമാണെന്നും 12 വയസ്സിന് ശേഷമുള്ള സമയം യഥാർത്ഥത്തിൽ 3-ാമത്തെ ഘട്ടമാണ് എന്നുമാണ് പഠിപ്പിക്കുന്നത്. ആ 3 വയസ്സ് വരെയുള്ള സമയം നമ്മൾ അടുക്കളയുടെ ഭാഷയിൽ പറഞ്ഞാൽ ജനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് കേവലം കുറച്ച് ഗോതമ്പ് മാവ് മാത്രമാണ് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയാ. കുട്ടി ജനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്, കുട്ടി ആയി നമ്മുടെ കയ്യിൽ കിട്ടുന്നത് കേവലം കുറച്ച് ഗോതമ്പ് മാവാണ്. ആ ഗോതമ്പ് മാവ് എന്തായി തീരണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അത് ചപ്പാത്തിയാകണമോ, ഭൂരിയാകണമോ, നെയ്യപ്പമാകണമോ എന്ന് തീരുമാനിച്ച് അതിനനുസരിച്ച് എന്തൊക്കെ അതിൽ കൂട്ടേണ്ടതുണ്ട്, എങ്ങനെ കുഴക്കേണ്ടതുണ്ട്, എങ്ങനെ ചൂടാക്കേണ്ടതുണ്ട് എന്നെല്ലാം തീരുമാനിക്കുന്ന സമയമാണ് 3 വയസ്സ് വരെയുള്ള സമയം. അങ്ങനെ കുഴച്ചതിന് ശേഷം ചപ്പാത്തിയാകണമെന്ന് തീരുമാനിച്ച് അതിനുശേഷം അത് പരത്തിയെടുക്കുന്ന സമയമാണ് 12 വയസ്സ് വരെയുള്ള സമയം. അത് പരത്തി ചുട്ടെടുക്കും 12 വയസ്സാകുമ്പോഴേക്ക്. പിന്നെ നമുക്ക് ആ ചപ്പാത്തി, സ്ക്വയർ ചപ്പാത്തി ആണെങ്കിൽ സ്ക്വയർ ചപ്പാത്തി നമുക്ക് പിന്നെ കൂട്ടാനുള്ള അല്ലെങ്കിൽ കഴിക്കാനുള്ള സമയമാണ് അതിനുശേഷമുള്ള സമയം. ഇത് പറയുന്നത്
3 വയസ്സ് വരെയുള്ള സമയത്താണ് നമ്മുടെ കുട്ടിയുടെ അടിസ്ഥാന ധാർമ്മികത രൂപപ്പെടുന്നത്. അതിനുശേഷം 12 വയസ്സ് വരെയുള്ള സമയത്ത് അതിന് ഉപോത്ബലകമായ അറിവും കുട്ടി നേടിയെടുക്കുന്നു. അതിനുശേഷമുള്ള സംസ്കരണ പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു പരിധിയുണ്ട്. കുട്ടി മാതാവിന്റെ മടിയിൽ വെച്ചാണ് സംസ്കാരവും മതവും പഠിക്കുന്നത് എന്ന് പഠിപ്പിക്കപ്പെട്ട ദർശനത്തിന്റെ ആളുകളാണ് നമ്മൾ. തീർച്ചയായും ഈ അടിസ്ഥാന ധാർമ്മികത കുട്ടിയെ പഠിപ്പിക്കാൻ ടെലിവിഷനെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോ, ഇന്റർനെറ്റിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോ സംഭവിക്കുന്നത് കുട്ടി പഠിക്കേണ്ടതല്ലാത്തതാണ് അടിസ്ഥാന ധാർമ്മികതയായി പഠിക്കുന്നത്. അതുകൊണ്ടാണ് കലാപം വർദ്ധിക്കുന്നത് കലാലയങ്ങളിൽ, അധാർമികത പെരുകുന്നത് സമൂഹത്തിൽ. എന്താണോ കൊടുക്കേണ്ടത് കൊടുക്കേണ്ട രൂപത്തിൽ കൊടുത്തിട്ടില്ല. നമ്മൾ പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ചപ്പാത്തിയെല്ലാം കുഴച്ച് ചപ്പാത്തിയെല്ലാം ആകൃതിയെല്ലാം നിശ്ചയിച്ച് ചുട്ടെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് കാണുമ്പോൾ ചുട്ടെടുത്ത് പുറത്തു വന്നതിന് ശേഷമാണ് ഇത് നമ്മൾ വിചാരിച്ചതല്ലല്ലോ എന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ സ്ക്വയർ ചപ്പാത്തി ആണെങ്കിൽ പിന്നെ നമ്മൾ അത് ഉരുട്ടാൻ വേണ്ടി ഒരു അടിയുടെയും പ്രബോധനത്തിന്റെയും പരിഷ്കരണത്തിന്റെയും ക്ലാസിന്റെ എല്ലാം പൂരാണ്. പക്ഷേ അടിസ്ഥാന മാറ്റം നടക്കേണ്ടിടത്ത് നടക്കേണ്ട സമയത്ത് തന്നെ നടക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇവിടെ കുടുംബത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായി മാതാവിന്റെ ചുമതലകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് വളരെ വലിയൊരു വിഷയമാണ്. ഞാൻ അവസാനിപ്പിക്കാൻ, യഥാർത്ഥത്തിൽ ഓരോ രംഗത്തും യഥാർത്ഥത്തിൽ നന്മ നിറഞ്ഞവരാക്കണമെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആസിയ റളിയല്ലാഹു അൻഹയുടെയും മറിയം ബീബിയുടെയും ഹജറ റളിയല്ലാഹു അൻഹയുടെയും എല്ലാം അതേ അവസ്ഥകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോലെ തന്നെ സാധാരണ പച്ചയായ പെണ്ണുങ്ങളായിരുന്നു അവർ എന്ന് തിരിച്ചറിഞ്ഞ് അവരെ പോലെ നമുക്കും ആകിത്തീരണമെങ്കിൽ, ഈമാനിന്റെ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ അള്ളാഹുവും റസൂലും നമുക്ക് എല്ലാറ്റിനേക്കാളും സ്നേഹിക്കപ്പെടുന്നവരായി തീരുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ നന്മ നിറക്കുകയും ചെയ്താൽ നമുക്ക് തൃപ്തമായ ജീവിതം എവിടെയുണ്ടാകും? മരണാനന്തര ജീവിതത്തിൽ സംതൃപ്തിയുടെ ഭവനമായ സ്വർഗ്ഗലോകത്തിലേക്ക് കടന്നു പോകാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.